അപ്പം വിവാഹമോചന കേസിലേക്ക് വരുമ്പോൾ ഈ സ്ത്രീധനവും ഒരു വിഷയമായി മാറാറുണ്ട്. അപ്പം മാം എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുക? ഞാൻ പെർഫെക്റ്റ് ആയിട്ട് അതിനെതിരാണ്. ഒരിക്കലും ഞാനത് സപ്പോർട്ട് ചെയ്യാത്ത സാധനമാണ് വെഡിങ് ഡേയിൽ കൊടുക്കുന്ന മണി ട്രാൻസാക്ഷൻ. അതിനാണ് മെയിനായിട്ട് സ്ത്രീധനം എന്ന് പറയുന്നത്. അതായത് കുറേ ഗോൾഡ് ആവാം, കാർ ആവാം, ക്യാഷ് ആവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ബിസിനസ് ഡീല് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് അവരുടെ ഫ്യൂച്ചർ ബെനിഫിറ്റിന് വേണ്ടി ആ വെഡിങ് ഡേയിൽ തന്നെ കൊടുക്കണമെന്നില്ല. അവർക്ക് എന്തെങ്കിലും ഫ്യൂച്ചറിൽ ഒരു പഠിക്കാൻ വേണം, കുട്ടികൾക്ക് കാശ് കൊടുക്കൂ. അവർക്കൊരു ബിസിനസ് ഇടാം, ആ സമയത്ത് കാശ് കൊടുക്കൂ. ഇത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി വാരി അണിഞ്ഞിട്ടിട്ട് അന്ന് തന്നെ കാറും മറ്റേ എന്താ പറയുക കാലങ്കരിച്ച് നിർത്തുന്നു. പിന്നെ അത്ര കൊടുത്തു ഇത്ര കൊടുത്തു. എനിക്കിതറിയില്ല. ഞാൻ അതിനോടൊന്നും ഒട്ടും യോജിക്കാനും പോണില്ല. വന്നിട്ട് അപ്പോൾ ഇത്തരം കേസുമായി വരുന്ന പെൺകുട്ടികൾ ഉണ്ടാവില്ല, സ്ത്രീധനം അണിഞ്ഞുകൊണ്ട് തന്നെ, സ്വർണ്ണം അണിഞ്ഞുകൊണ്ട് തന്നെ വിവാഹവേദിയിലേക്ക്. അപ്പൊ അവരോട് മാം എന്താ ചോദിക്കുക? നല്ലോണം പറയും. നാണോ ഉണ്ടോ ഉളുപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇതാരുടെ സ്വർണ്ണമാണൊക്കെ ചോദിക്കും. വീട്ടുകാരെങ്ങനെ നന്നായെന്ന് ചോദിക്കും. വീട്ടുകാർക്ക് എങ്ങനെയാണ് ഉണ്ടായത്, സ്വർണ്ണത്തിൻ്റെ വില അറിയാവോ, ആ സമയത്ത് ഇത്രയും വേണ്ട, അല്ലെങ്കിൽ അവൻ അത് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നു ഇത്രയും വേണ്ടെന്ന്, നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കണേ എന്നൊക്കെ ഞാൻ ചോദിക്കും. പെൺകുട്ടികൾ അതിനകത്ത് ശക്തമായ നിലപാടെടുത്താൽ കുറേയധികം മാറും. വന്നിട്ട് എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പെൺകുട്ടിയും അവള് തന്നെ തീർത്തും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മാറാവുന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഡവറി പാരൻസും കൂടെ മാറണം. പാരൻസ് വന്നിട്ട് ഏതാണ്ടോ അവരുടെ ഇത് അഭിമാനം ചെയ്യാൻ വേണ്ടിയിട്ട് വാരിക്കോരി ഇട്ടിട്ട് നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് കഴുത്തും ഒടിഞ്ഞ് തലയും കുനിച്ച് കടവും കയറി അവരുടെ പിന്നെയുള്ള ശിഷ്ടജീവിതം മുഴുവൻ വന്നിട്ട് ലയബിലിറ്റിയും ബേർഡനും വെച്ചിട്ട് അവർ ജീവിക്കണേ. എന്തിനാ അവർക്ക് ഹസ്ബൻഡ് വൈഫായിട്ട് പിന്നെയുള്ള ജീവിതം ഇതിൽ വാരിക്കൂടി കളയാതെ വല്ല വേൾഡ് ടൂർ നടത്തിയിട്ട് അവരുടെ വാർദ്ധക്യവും മിഡിൽ ഏജും ഒക്കെ അവർക്ക് എൻജോയ്, ഒരു സെക്കൻഡ് ഹണിമൂണൊക്കെ എൻജോയ് ചെയ്തൂടെ? അവരും ഇല്ലാത്ത ആൾക്കാർ എനിക്കതേ പറയാൻ പറ്റുള്ളൂ.